നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയായിരുന്നു, നിന്റെ ചുരണ്ടിയ കഥകൾ കണ്ടില്ലല്ലോ എന്ന്. 2 ദിവസമായിട്ട് ഞാൻ കഥകളൊന്നും ഇട്ടിട്ടില്ല. വീഡിയോ കോമ്പാക്റ്റിബിലിറ്റി എന്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ എറർ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പുള്ളി ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചത്, എന്താ ഈ ചുരണ്ടിയ കഥകളെന്ന് പറഞ്ഞത്? അല്ല, നീ ചുരണ്ടിയിട്ടാണല്ലോ ഇടുന്നത്. ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതോ, ആരോടെങ്കിലും പറഞ്ഞതോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞതോ, ടി വിയിൽ കണ്ടതോ, പുസ്തകത്തിൽ വായിച്ചതോ, അല്ലെങ്കിൽ ചരിത്രത്തിലുള്ളതായ കഥകളൊക്കെ ചുരണ്ടിയിട്ടാണല്ലോ നീ ഇവിടെ വന്ന് വിളമ്പുന്നത്, അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ ശരിയാണ്, കൂട്ടുകാരൻ പറഞ്ഞ് വളരെ കറക്റ്റാണ്. എവിടെയെങ്കിലും കേട്ടുള്ളതും വായിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഓർമ്മയിലുള്ളതുമായ കഥകളാണ് ഈ ചുരണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പറയുന്നത്. അപ്പോൾ ചുരണ്ടിയ കഥകൾ കൊള്ളാം. ചുരണ്ടിയ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുതോമ എന്ന് പറയുന്ന ആരെയും ഭയക്കാത്ത ഒരു കേടി, പോലീസ് ഓഫീസറിനെ വരെയും ഉടുമുണ്ടൂരി തലവഴി ചുറ്റി വെള്ളത്തിലേക്ക് മറിച്ചിടുന്ന ഒരു ഭീകരനായിട്ടുള്ള റൗഡി, അയാളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പോലീസ് ഓഫീസർ, നല്ല ആചാരബാഹമായ മനുഷ്യൻ, കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു പോലീസ് ഓഫീസർ. അങ്ങനെ പറയുമ്പോൾ ഇപ്പം നമ്മൾക്ക് സ്ഫടികൻ ജോർജിനല്ലാതെ മറ്റൊരാളെ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സ്ഫടികൻ ജോർജ് ഈ സിനിമയിലേക്ക് വന്നതിന് പിന്നിലെ ചെറിയൊരു സംഭവം, ആ സംഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഫടികം സിനിമയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ കഥ പറച്ചിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ജോർജ് എങ്ങനെയാണ് സ്ഫടികൻ ജോർജായി തീർന്നത് എന്ന് നോക്കാം. ഒരിക്കലും ഒരു അവധി ദിവസം വീട്ടിൽ ഭാര്യയില്ല, മക്കൾ സ്കൂളിൽ പോയിരിക്കുന്നു, എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭദ്രൻ. ആ സമയത്ത് 7 ആർട്സ് വിജയകുമാർ ഇദ്ദേഹത്തിനടുത്തേക്ക് വരുന്നു. നമ്മൾക്ക് മോഹൻലാലിനെ വെച്ച ഒരു പടം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഏത് കഥയാണ്, എന്താണ് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണ അപ്പോൾ തന്നെ ഭദ്രൻ്റെ കയ്യിലുണ്ട്. കാരണം ഭദ്രൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചൊരു കഥ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ കഥയിലേക്ക് വന്നതും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അത് നമുക്ക് സ്ഫടികൻ ജോർജിനെ കണ്ടുപിടിക്കാം. ഈ സിനിമയിലേക്ക് വളരെ വില്ലനസ് ആയിട്ടുള്ള മുഖഭാവമുള്ള ഒരാളെ കിട്ടണം. ഭദ്രൻ കുറേ തിരഞ്ഞു. നല്ല ആചാരബാഹുവായിരിക്കണം, മുഖത്തൊക്കെ കുറേ കലകളൊക്കെ ഉണ്ടാകണം, കാണുമ്പോൾ തന്നെ പേടി തോന്നണം. ഒരുപാട് പേരെ നോക്കി, അവരൊന്നും മനസ്സിലൊത്ത രൂപമായിട്ട് വരുന്നില്ല. ഒടുവിൽ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്ന നാസറിനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് പാലാ ടൗണിലേക്ക് നടക്കാൻ ഇറങ്ങിയതായിരുന്നു ഭദ്രൻ. നല്ല തിരക്കുള്ള സമയമാണ്. ഇദ്ദേഹം അഞ്ജലി ഹോട്ടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ആ സമയത്ത് സിഗ്നലിലേക്ക് ഒന്ന് കണ്ണു വായിച്ചപ്പോൾ സിഗ്നലിലെ വരുന്നതും കാത്ത് ബുള്ളറ്റിൽ ഒരു മനുഷ്യനിരിക്കുന്നു. നല്ല ഒത്ത തടിയുള്ള ഒരു മനുഷ്യൻ. സിഗ്നലിന് വേണ്ടി കാത്തുകിടക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ ചെന്നിട്ട് ഭദ്രൻ ആളോട് ചോദിച്ചു, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ചോദിച്ചതും സിഗ്നൽ ലൈറ്റ് ഗ്രീനായി. ബൈക്കിലിരുന്ന ആൾ വണ്ടി മുന്നോട്ടെടുത്ത് പോയി. എന്നിട്ട് വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് വെച്ചു. തിരിച്ചു വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിത അഭിലാഷം. അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യ കൽപ്പിച്ചതും പാല്. ഭദ്രൻ ആളെ കൊണ്ടുവന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് പാന്റ് ഷർട്ടൊക്കെ ഇടിവിച്ചുകൊണ്ട് നിർത്തി. നോക്കിയപ്പോൾ മനസ്സിലുദ്ദേശിച്ച പോലീസ് ഓഫീസർ കുറ്റിക്കാടൻ തന്നെ തന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഫടികൻ ജോർജ്. അദ്ദേഹത്തിന്റെ പേര് ജോർജ് ആന്റണി എന്നായിരുന്നു. ഇതിനു മുൻപേ വേറെ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഫടികത്തിൽ അഭിനയിച്ച വേഷം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ ആയി. പിന്നീട് അദ്ദേഹം സ്ഫടികൻ ജോർജ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇനി ആ സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഭദ്രൻ തൻ്റെ ജീവിതത്തിൽ കണ്ടു ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഭദ്രന്റെ വീടിനടുത്ത് കരുണൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളുടെ വീടിന് മുന്നിലൂടെ പോകുമ്പോൾ മിക്കപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, അയാളുടെ മകനെ ചരലി വിരിച്ചിട്ട് അതിൽ മുട്ടുകുത്തി നിർത്തിയിട്ടുണ്ടാവും. ഇതിങ്ങനെ തുടർച്ചയായി കാണാൻ തുടങ്ങിയപ്പോൾ ഭദ്രൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, കരുണന്റെ മകൻ പഠനത്തിൽ വളരെ മോശമാണ്. കണക്കിന് 50-ൽ 15 മാർക്കൊക്കെ കിട്ടുകയുള്ളൂ. അത് വലിയൊരു പ്രശ്നമായിട്ട് ഭദ്രന് തോന്നിയില്ല. കാരണം ഭദ്രനും കണക്കിൽ മോശമായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഭദ്രൻ പഠിച്ചിരുന്ന ഡോൺ ബോസ്കോ സ്കൂളിലെ കണക്ക് മാഷായിരുന്നു ആലുമുട്ടിൽ തോമസ് എന്ന് പറയുന്ന സാറ്. എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ കണക്ക് മാഷന്മാരും ഒരേ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണെന്ന്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരിക്കും. ഞാൻ സാന്റാക്രൂസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു കണക്ക് മാഷ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടിയെന്നുണ്ടെങ്കിൽ കൈ പുകഞ്ഞു. ഒരിക്കൽ പുള്ളി അടിച്ചിട്ട് എൻ്റെ കയ്യിൽ ആ വടി കൊണ്ട ഭാഗത്ത് നല്ല നീളത്തിൽ ചോര ചത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. പാടങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിയാണ് അദ്ദേഹം അടിക്കുന്നത്. ആന്റണി സാർ എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു സാറായിരുന്നു ഈ ആലുമുട്ടിൽ തോമസ് എന്ന് പറയുന്നത്. പുള്ളി പിള്ളേരെ ചോക്കുകൊണ്ടെറിയും. കസേരക്കാലിനടിയിൽ സിനിമയിൽ കാണുന്നുണ്ട്, ആടുതോമയുടെ ചെറുപ്പകാലത്ത് കസേരക്കാലിനടിയിൽ പിടിച്ചിരുത്തിയിട്ട് തല്ലുന്ന രംഗം. അങ്ങനെയൊക്കെ തല്ലുന്നൊരു സാറായിരുന്നു ഈ ഡോൺ ബോസ്കോ സ്കൂളിലെ സാറ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ചാക്കോ മാഷിന്റെ രൂപം ഭദ്രന്റെ മനസ്സിൽ വിരിയുന്നത്. പിന്നീട് ആടുതോമ എന്ന കഥാപാത്രം ചെറുപ്പത്തിലെ തോമസ് ചൗക്ക ആയിരുന്നു.
സന്തോഷമുള്ളൊരു കാര്യം, തോമസ് ചാക്കോ അവതരിപ്പിച്ച രൂപേഷ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നേരെ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു. ആ സമയത്ത് രൂപേഷ് ഭാരത് മാതാ കോളേജിൽ പഠിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഐക്കഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ക്യാമ്പിന് ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തോമസ് ചാക്കോ എന്ന കുട്ടി വളരെയധികം കഴിവുള്ളൊരു കുട്ടിയാണ്. പക്ഷേ പഠനത്തിൽ, പ്രത്യേകിച്ച് കണക്കിൽ കുറച്ച് പിന്നിലാണെന്ന് മാത്രം. ഇവൻ വളർന്നു വലുതായി ആ നാട്ടിൽ അറിയപ്പെടുന്ന റൗഡിയായിട്ട് തീരുകയാണ്. ആ റൗഡിയുടെ രൂപവും ഭാവവും ശൈലികളും 3 റൗഡികളിൽ നിന്നാണ് ഭദ്രൻ ഉൾക്കൊണ്ടിട്ടുള്ളത്. പാടായിലുണ്ടായിരുന്ന ഒരു റൗഡി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു ഉടുമുണ്ട് പറിച്ചിട്ട് ആളെ അടിക്കുന്ന രീതി. അങ്ങനെ ഒരു SIയെ ഉടുമുണ്ടൂരി തലവഴി ചുറ്റി മീനച്ചിലാറ്റിലേക്ക് വലിച്ചെറിഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് 2 സിനിമകളിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് ദുൽഖർ അഭിനയിച്ചൊരു സിനിമയിൽ, അതിൽ ദുൽഖറിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖ് പറയുന്നുണ്ട് ആ കഥ. അത് പിന്നീട് സ്ഫടികം സിനിമയിൽ വന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ ആട് എന്ന സിനിമയിൽ ആറ്റിലേക്ക് പോലീസ് ഓഫീസറെ വലിച്ചെറിയുന്ന ഷാജി പാപ്പനെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ശരിക്കും ഒരു റൗഡി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പാലയിൽ മറ്റൊരു റൗഡി ഉണ്ടായിരുന്നു. അയാളുടെ പേര് കുഞ്ഞുഞ്ഞെന്നായിരുന്നു. കുഞ്ഞുഞ്ഞ് ഒരു പോലീസ് ഓഫീസറിനെ ഓടിച്ചിട്ട് ലോറിയിൽ കയറ്റി തള്ളിയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു റൗഡി നോബിൾ എന്ന വ്യക്തിയാണ്. അങ്ങനെ ഈ 3 റൗഡികളുടെയും ശൈലികൾ ഈ ആട് തോമ എന്ന കഥാപാത്രത്തിന് ഭദ്രൻ കൊടുത്തു. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി മുൻകെടുത്ത് വന്ന ആളാണല്ലോ 7 Arts വിജയകുമാർ. അദ്ദേഹത്തിന് ഒരു സംശയമുണ്ടായി. ഉടുമുണ്ടൂരി അടിക്കുന്ന നായകൻ, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ ഷർട്ടിൻ്റെ കൈ വെട്ടിക്കളയുന്ന നായകൻ, അത് അച്ഛൻ്റെ കൈ വെട്ടുന്നതിന് തുല്യമാണെന്ന് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നായകനെ ജനങ്ങൾ സ്വീകരിക്കും, ആൾക്കാർ കൂവില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. പക്ഷെ ഭദ്രൻ പറഞ്ഞു, ഞാൻ 2.5 വർഷത്തോളം സമയമെടുത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്, ഇതിലെ ഒരു വാക്കുപോലും വെട്ടാൻ പോകുന്നില്ല. പിന്നീട് തിരിച്ച് വിജയകുമാർ ഒന്നും പറഞ്ഞതുമില്ല. പക്ഷേ മോഹൻലാലിനോട് ചിലർ ഈ കഥയിലെ കഥാപാത്രം ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞാൽ ഉടുമുണ്ടൂരി അടിക്കുക, ആടിൻ്റെ ചങ്കില് ചോര കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചിലപ്പോൾ കൂവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മോഹൻലാൽ പറഞ്ഞത്, എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ഞാൻ ഈ സിനിമ ചെയ്യും, സംവിധായകന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്നായിരുന്നു. അങ്ങനെ മോഹൻലാലിന്റെ കാര്യത്തിൽ ഓക്കെയായി. തിലകൻ വന്നു, KPS ലളിത വന്നു. നായികയായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നത് ശോഭനയാണ്. പക്ഷേ ശോഭനയുടെ ഡേറ്റ് കിട്ടാതിരുന്നതുകൊണ്ട് പിന്നീട് ഉർവശിയെ സമീപിക്കുന്നു. ഉർവശിയും ഓക്കെയായി. അങ്ങനെ സിനിമയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ നിർമ്മാതാവായ ഷോഗൻ മോഹൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, നമ്മൾക്ക് ഈ സിനിമയുടെ പേര് ആട് തോമ എന്നിടാം. ഇതിനു മുന്നേ റൗഡികളായിട്ട് വരുന്നവരൊക്കെ ടൈറ്റിൽ റോളിൽ വന്ന് ഹിറ്റായ സംഭവമുണ്ട്. ഉദാഹരണമായിട്ട് കോട്ടയം കുഞ്ഞച്ചൻ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആട് തോമ എന്ന പേരിടാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോൾ ഭദ്രൻ പറഞ്ഞു, സ്ഫടികം പോലെയുള്ള മനസ്സുള്ള തൻ്റെ മകനെ അച്ഛൻ തിരിച്ചറിയാതെ പോവുകയും തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയുമായിരുന്നു. ഒടുവിൽ അയാൾ തൻ്റെ മകനിലെ സ്ഫടികം തിരിച്ചറിയുന്നു. ഇതാണ് ഈ സിനിമയുടെ ആത്മാവ്. അതുകൊണ്ട് മറ്റൊരു പേര് ആവശ്യമില്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ചെകുത്താൻ എന്നെഴുതിയ ആ പേര് മാറ്റി സ്ഫടികം എന്ന് തിലകൻ അവതരിപ്പിച്ച ചാക്കോ മാഷ്, തോമസ് ചാക്കോയുടെ അപ്പൻ എഴുതി വെക്കുന്നത്. അങ്ങനെ സിനിമയുടെ പേരിലും മാറ്റമുണ്ടായില്ല. സിനിമ റിലീസായി, വൻ വിജയമായി. മാറ്റിവെക്കണമെന്ന് പറഞ്ഞ ഉടുമുണ്ടൂരിയായിരുന്നു ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ സിനിമ തെലുങ്കിലേക്ക് മാറ്റുന്ന സമയത്ത് ചിരഞ്ജീവി ആയിരുന്നു നായകൻ. ഈ ഉടുമുണ്ടൂരി അടിക്കുന്ന പരിപാടി ആ സിനിമയിൽ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ആ സിനിമ വിജയിച്ചില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഉടുമുണ്ടൂരടി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ സിനിമ വിജയിക്കാതെ ഇരുന്നത്. ഈ സിനിമ റിലീസായി ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് 7 Arts വിജയകുമാറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ഭദ്രനെ തിരക്കി ഇറങ്ങി. അദ്ദേഹത്തെ എറണാകുളത്ത് അരിച്ചു പറക്കിയിട്ട് കണ്ടില്ലൊടുവിൽ താജ് ഹോട്ടലിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രനെ കണ്ടെത്തി. അവിടെ എത്തിയിട്ട് 7 Arts വിജയകുമാർ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ക്ഷമിക്കണം, ഉടുമുണ്ടൂരി അടിക്കുന്ന രംഗം മാറ്റാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് ഫിലിം മേക്കറായ ഹരിഹരൻ പറഞ്ഞത്, നിർമ്മാതാവിൻ്റെ പണവും മോഹൻലാലിൻ്റെ അഭിനയവും മാത്രമല്ല ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ. വളരെ മികച്ച ഒരു തിരക്കഥ കൂടിയാണ് ഈ സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിച്ചത്. ആ കഥ എഴുതിയ ആള് ഭദ്രനായിരുന്നു. ഭദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡ് കിട്ടിയതിനേക്കാൾ തുല്യം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഭവമായിരുന്നു ഹരിഹരൻ പറഞ്ഞ ആ വാക്കുകൾ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഫടികം എന്ന സിനിമയോട് ബന്ധപ്പെട്ടുള്ള കഥകൾ. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ ഈ സിനിമയോട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ കഥകളിൽ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലോ മിസ്റ്റേക്കോ വന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പരാമർശിക്കുക. മറ്റൊരു കഥ പറച്ചിലുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.